നഴ്സുമാർക്ക് പിന്നാലെ വേതന വർധന ആവശ്യവുമായി ഡോക്ടർമാരും. സംസ്ഥാനത്തെ ഡോക്ടർമാർക്ക് 80,000 രൂപ മിനിമം വേതനം നൽകണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. പുതിയ മന്ത്രിസഭ ഇക്കാര്യം പരിഗണിക്കണമെന്നാണ് ആവശ്യം. ഡോക്ടർമാർക്കിടയിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിൽ ചേർന്ന IMA സംസ്ഥാന കമ്മിറ്റി യോഗം ഇക്കാര്യത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തത്. ആഴ്ചയിൽ 48 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് പ്രതിമാസം കുറഞ്ഞത് 80,000 രൂപയെങ്കിലും ശമ്പളം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് IMA ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്തെ 82% ഡോക്ടർമാർക്കും മാന്യമായ വേതനം ലഭിക്കുന്നില്ല. പ്രതിമാസം 30,000 രൂപയ്ക്ക് താഴെ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന നിരവധി ഡോക്ടർമാർ കേരളത്തിലുണ്ട്. കുറഞ്ഞ ശമ്പളവും തൊഴിലില്ലായ്മയും കാരണം 70% ഡോക്ടർമാരും കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ജോലി തേടി പോകാൻ ആഗ്രഹിക്കുകയാണ്. കൃത്യമായ സമയത്ത് ശമ്പളം ലഭ്യമാക്കാനും തൊഴിലിടത്ത് സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 80,000 രൂപ എന്നുള്ള അടിസ്ഥാന ശമ്പളം 48 മണിക്കൂർ ഡ്യൂട്ടി ഒരാഴ്ചയിൽ ഒരു MBBS ഡോക്ടർ അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ചുരുങ്ങിയത് 5,000 MBBS ഡോക്ടർമാർ പാസ്സായി വരുന്നുണ്ട്. കൂടാതെ അന്യ സംസ്ഥാനത്തു നിന്നും പുറത്തുനിന്നും 2,500 പേര് വരുന്നുണ്ട്. 7,500 ഡോക്ടേഴ്സ് എല്ലാ കൊല്ലവും റെഡിയാണ് ജോയിൻ ചെയ്യാനായിട്ട്. വിദേശത്ത് പഠിച്ചു വരുന്ന ഡോക്ടർമാരെ രണ്ടാം തരമായാണ് പരിഗണിക്കുന്നത്. ഇവർക്ക് സ്റ്റൈപ്പൻഡ് പോലും ലഭിക്കുന്നില്ല. ജൂനിയർ ഡോക്ടർമാരിൽ 81% പേരും നിർബന്ധിത ബോണ്ട് സർവീസിൽപ്പെട്ടവരാണ്. റെസിഡന്റുമാരുടെ സ്റ്റൈപ്പൻഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ജനം, കൊച്ചി.